ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രപ്പസിഷനാണ് അറ്റ് എന്നത്. ഈ അറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ചെറിയ സ്ഥലങ്ങൾക്ക് മുമ്പിലാണെങ്കിൽ അറ്റ് എന്നതും വലിയ നഗരങ്ങളുടെയോ പട്ടണങ്ങളുടെയോ ഒക്കെ പേരിൻ്റെ മുന്നിൽ ഇൻ എന്നതും ഉപയോഗിക്കണം. ഇത് ശരിയാണ്. എന്നാൽ വലിയ നഗരങ്ങളുടെയൊക്കെ മുന്നിൽ അറ്റ് എന്ന പ്രപ്പസിഷൻ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ നഗരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകമായ ലൊക്കേഷനെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് അറ്റ് എന്ന് ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ മുന്നിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മൈ ഫ്ലൈറ്റ് ലാൻഡഡ് അറ്റ് മുംബൈ. ഇവിടെ മുംബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുംബൈ എയർപോർട്ടാണ്. മൈ ഫ്ലൈറ്റ് ലാൻഡഡ് അറ്റ് മുംബൈ. മറ്റൊരു എക്സാമ്പിൾ, ദ ഷിപ്പ് സ്റ്റോപ്ഡ് അറ്റ് ചെന്നൈ. ദ ഷിപ്പ് സ്റ്റോപ്ഡ് അറ്റ് ചെന്നൈ. അവിടെ ചെന്നൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെന്നൈ സീപോർട്ടാണ്. മറ്റൊരു എക്സാമ്പിൾ, ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് കൊൽക്കത്ത. ഇവിടെ കൊൽക്കത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ചുരുക്കത്തിൽ വലിയ നഗരങ്ങൾക്ക് മുമ്പിൽ ഇൻ എന്ന പ്രപ്പസിഷനാണ് ഉപയോഗിക്കേണ്ടത് എങ്കിലും വലിയ നഗരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകമായ പോയിന്റിനെ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അറ്റ് ഉപയോഗിച്ചും പറയാം.